ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ പഴയ ക്ലോത്ത് വെച്ചിട്ട് ഉള്ള ഹെയർ ആക്സസറീസ് മേക്കിംഗ് ആണ് കാണിച്ചത്. ഇന്നും ചെയ്യാൻ വേണ്ടി പോകുന്നത് പഴയ ക്ലോത്ത് വെച്ചിട്ടുള്ള വർക്ക് തന്നെയാണ്. അപ്പോൾ പഴയൊരു ഹെയർ ബോ മേക്ക് ഓവർ ആണ് ഇന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പഴയ ടീഷർട്ട് എടുത്തിട്ടുണ്ട്. മോളുടെ പഴയ ടീഷർട്ടാണിത്. അപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ബനിയൻ ക്ലോത്ത് തന്നെ വേണം, അതുകൊണ്ടാണ് ഈ ഒരു ക്ലോത്ത് എടുത്തത്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു 3 പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുണ്ട് കിടക്കും, കുറച്ചുകൂടെ നീളം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ബനിയൻ ക്ലോത്ത് എടുത്തത്. മറ്റുള്ള ക്ലോത്ത് ആകുമ്പോഴും സൈഡിൽ നൂലൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും. ഇതാകുമ്പോൾ നമ്മൾ നൂലുണ്ടെങ്കിലും ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട്, നൂലൊന്നും കാണില്ല. അഥവാ കാണുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് തീയിൽ കാണിച്ചാൽ അതൊന്ന് ഉരുകി കിടന്നോളും, നമ്മളെ സാറ്റിൻ ക്ലോത്തൊക്കെ പോലെ. ഓക്കെ, അങ്ങനെ നമുക്ക് 3 ചെയ്തെടുക്കാം. അങ്ങനെ ആ ഒരു 3 ക്ലോത്തും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് മടഞ്ഞിട്ട് കൊടുക്കണം, നമ്മളെ മുടിയൊക്കെ മടയുന്ന പോലെ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ അത് 3 ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം. അതിന് ശേഷം വേണം മടയാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ മടഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും എൻഡിലും നമ്മൾ ഇതുപോലെ കെട്ടിടണം, അല്ലെങ്കിൽ മടഞ്ഞത് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 സൈഡിലും കെട്ടിടണം. ഓക്കെ, അങ്ങനെ നമുക്ക് മടയാൻ തുടങ്ങാം. നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നൂല് വെച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്, ഇതേ ഇതുപോലെ. അതിനുശേഷം നമുക്ക് മടഞ്ഞെടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ മടയാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മടഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ മടയാം. എന്നിട്ട് ഏറ്റവും എൻഡിലും ഇതുപോലെ നൂല് വെച്ചിട്ടൊരു കെട്ട് കൊടുക്കാം. ഇനി നമ്മൾ പഴയൊരു ഹെയർ ബോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി പഴയതായത് കാരണം അവിടെയൊക്കെ നൂല് പൊങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് തീയിൽ കാണിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഉരുകിയിട്ട് നല്ല ക്ലീനായിട്ട് കിടന്നോളും. അപ്പോൾ നമുക്ക് ലൈറ്റർ വെച്ചിട്ട് അതൊന്ന് തീ കാണിച്ചിട്ട് അതൊക്കെ ഒന്ന് ഉരുക്കിയിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആ ഒരു പഴയ ലുക്കൊക്കെ ഒന്ന് മാറിക്കിട്ടും, നല്ല ഫിനിഷിങ് കിട്ടും. ഇനി നമ്മൾ മടഞ്ഞു വെച്ചിരിക്കുന്ന ക്ലോത്ത് അതിന്മേൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഇതുപോലെ ആ ഒരു ഫസ്റ്റ് പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വെച്ചിട്ട് ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പം ഞാനൊരു നമ്മളെ ഒക്കെ പോലെ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്ന്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. ആ ഒരു ക്ലോത്ത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഈ ഹെയർ ബോയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഓൾഡ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അതിനൊരു ഷൈനിങ്ങും ഒരു ന്യൂ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫാബ്രിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഷൈനിങ് ഉള്ള പെയിൻ്റാണ്, നമ്മുടെ ക്യൂടെക്സ് ഒക്കെ പോലെ, നെയിൽ പോളിഷൊക്കെ പോലെ. അപ്പോൾ ഇതൊരു കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോത്തിന് നല്ലൊരു ഷൈനിങ് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. മുകളിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ താഴെയും അപ്ലൈ ചെയ്യാം. താഴെ കാണില്ല എന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട, താഴെയും ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി ബാക്കി എവിടെയെങ്കിലും നൂല് പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കളയാനായിട്ട് നമുക്കിങ്ങനെ ലൈറ്റർ വെച്ചിട്ടൊന്ന് തീയൊക്കെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ അത് ബാക്കിയുള്ള നൂലൊക്കെ അങ്ങ് ഉരുകിപ്പോയിക്കോളും. ഓക്കെ, ഇനി ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഹെയർ ബോന് ഇത്തിരി കൂടി ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്, പല കളറിലായിട്ടുള്ള സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഹെയർ ബോയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് പഴയ ക്ലോത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പഴയ ഹെയർ ബാൻഡും അതുപോലെ ടിക് ടാക്കൊക്കെ നമുക്ക് നല്ല അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനലിലെ മറ്റുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.